കെഎസ്ആർടിസി ആരംഭിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടന ദിനത്തിൽ തന്നെ വിവാദത്തിലായി. തൃശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് സർവീസ് നടത്തിയ ബസ്സിൽ വിദ്യാർത്ഥികളിൽ നിന്ന് യാത്രാക്കൂലി ഈടാക്കിയതായി പരാതി ഉയർന്നതോടെയാണ് സംഭവത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നത്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുമായി കെഎസ്ആർടിസി ആരംഭിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടന ദിനത്തിൽ തന്നെ വിവാദത്തിലായി. തൃശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് സർവീസ് നടത്തിയ ഓർഡിനറി ബസ്സിലാണ് വിദ്യാർത്ഥിനികളിൽ നിന്ന് ടിക്കറ്റ് നിരക്ക് ഈടാക്കിയതായി പരാതി ഉയർന്നത്. ആഭ്യന്തരമന്ത്രി രാവിലെ 9 മണിയോടെ തൃശൂരിൽ പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്തതിന് പിന്നാലെ 9:35 ബസ്സിൽ കയറിയ കൊരട്ടി സ്വദേശികളായ വിദ്യാർത്ഥിനികളിൽ നിന്നാണ് കണ്ടക്ടർ യാത്രാക്കൂലി വാങ്ങിയതെന്ന് ആരോപണം ഉയർന്നു. സൗജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച ചോദ്യം ചെയ്തപ്പോൾ ടിക്കറ്റിംഗ് സംവിധാനത്തിൽ ആവശ്യമായ അപ്ഡേഷൻ പൂർത്തിയായിട്ടില്ലെന്ന സാങ്കേതിക കാരണമാണ് ജീവനക്കാർ വിശദീകരിച്ചതെന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നു. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വണ്ടി കയറിയത്. അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് കയറിയത്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് 9:34 അപ്പൊ ഞങ്ങൾ ചോദിച്ചു സൗജന്യം അല്ലേന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റം ഇതായിട്ടില്ല, സോ അതുകൊണ്ട് സൗജന്യം അല്ലാന്ന് ഞങ്ങളുടെ നിന്ന് കാശ് വാങ്ങിച്ചു. രാവിലെ 8:30 മുതൽ സ്റ്റാൻഡിൽ കാത്തു നിന്നിരുന്നുവെന്നും ബസ്സിൽ കയറുമ്പോൾ പൂച്ചെണ്ടും ലഡുവും നൽകി സ്വീകരിച്ചെങ്കിലും പിന്നീട് യാത്രാക്കൂലി ഈടാക്കിയത് നിരാശാജനകമായ അനുഭവമായെന്നും അവർ പ്രതികരിച്ചു. സംഭവത്തെക്കുറിച്ച് പരാതി അറിയിച്ചിട്ടും ബസ്സിൽ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ഫോട്ടോ എടുക്കലിലും വീഡിയോ ചിത്രീകരണത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നുമാണ് വിദ്യാർത്ഥിനികളുടെ ആരോപണം. പുതുക്കാട് എത്തിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ കയറിണ്ട്. മെമ്പറാണോ MLA അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ സാധനമൊക്കെ അവിടെ നിന്നാണ് വെച്ചതെന്ന് തോന്നുന്നു. അവർ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലഡു വന്നത് പൂവൊക്കെ തന്നു. അവരോടൊപ്പം ഞങ്ങളിത് പറഞ്ഞു. ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ ആക്ച്വലി നമ്മളുടെ അടുത്ത് അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കണ്ട, വെറുതെ വരെ ഫോട്ടോ എടുക്കുക, ഈ പൊസിഷനിൽ ഫോട്ടോ എടുക്കണം, ആ പൊസിഷനിൽ ഫോട്ടോ എടുക്കാം. അപ്പൊ ഞങ്ങൾ ഒരു മാമിന്റെ അടുത്ത് പറഞ്ഞു, ആളെ തോന്നുന്നു എന്തോ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പൊ ആ മാമിന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ നിന്ന് കാശ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആള് ചിരിച്ചിട്ട് ഞങ്ങൾക്ക് പൂ തന്നിട്ട് മാത്രം പോവാ. അല്ല, നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് ഒരു കൺസേൺ പറയുകയാണെങ്കിൽ നമുക്ക് അതിന് ഉത്തരം എന്തെങ്കിലും തരണം. ഇത് ഉത്തരമൊന്നുമല്ല. അവർ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഈ പൊസിഷനിൽ നിൽക്കുക, മാം ഇവർക്ക് കൊടുക്കുക, അവർക്ക് കൊടുക്കുന്നു മാത്രം പറയാനുള്ളൂ. അപ്പൊ ഞങ്ങളൊരു സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള അവകാശം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ചയായതോടെ പദ്ധതിയുടെ ആദ്യ ദിനത്തിലെ ക്രമീകരണങ്ങളും സാങ്കേതിക ഒരുക്കങ്ങളും സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. വിഷയത്തിൽ കെഎസ്ആർടിസി ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. മീഡിയ ടൈം, തൃശൂർ.